ഹായ് ഫ്രണ്ട്സ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ അവസാനത്തെ ബ്ലോക്ക് പ്രാക്ടീസ് എന്ന സെഷനാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സെഷൻ നമ്മൾ ക്ലാസ് എടുക്കാനുള്ളതല്ല, മറിച്ച് സ്റ്റുഡൻസ് അവർ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള സെഷനാണ് അവസാനത്തെ ബ്ലോക്ക്. അതിൽ ആദ്യത്തെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന ഭാഗമാണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നാൽ നമ്മൾ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനെയാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. സാധാരണ പരീക്ഷകൾക്കൊക്കെ പാരാഗ്രാഫുകൾ തന്ന് തൊട്ടു താഴെ 4-5 ചോദ്യങ്ങൾ കൊടുക്കും. ആ 4-5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തൊട്ടു മുകളിൽ കൊടുത്ത പാസേജ് വായിച്ച് കണ്ടെത്താൻ നൽകുന്ന ടാസ്ക്. അങ്ങനെയുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേരെ മുകളിലൊരു പാസേജ് കൊടുക്കും. ആ പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് അത് വായിച്ചിട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. കാരണം ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരവും തന്നിട്ടുണ്ട്. ആ ഉത്തരം അത് വായിച്ച് മനസ്സിലാക്കി എഴുതണം എന്ന് മാത്രം. അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട 2 തരം വായനകളെ കുറിച്ച് നമ്മുടെ പാഠഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. ഒന്ന് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് മുഴുവനും വേഗത്തിൽ ഒന്ന് ഓടിച്ചു വായിക്കുക എന്ന് പറയും. നമ്മളൊരു പുസ്തകം, ആ പുസ്തകം വാങ്ങണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ആ പുസ്തകം ഒന്ന് എടുക്കുന്നു, ഒരു ഓട്ടപ്രദക്ഷിണം, ഒന്ന് പെട്ടെന്ന് പേജുകൾ മറിച്ച് വേഗത്തിലൊന്ന് അതിൻ്റെ ഹെഡിങ്ങുകൾ ഉള്ളടക്കത്തിൽ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ആ എഴുത്തിൻ്റെ ശൈലി വിത്തിൻ 1 മിനിറ്റ് ഒരു പുസ്തകം വായിച്ച് തീർക്കുന്ന രീതിയിൽ ഓടിച്ച് വായിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താണ് എന്നറിയുന്ന രൂപത്തിൽ വായിക്കുന്നു. അതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. അതേസമയം സ്കാനിങ് എന്നൊരു മെത്തേഡ് ഉണ്ട്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് സ്കാൻ ചെയ്യുന്നത് പോലെയാണ്. അഥവാ നമ്മൾ പ്രത്യേകമായി ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം, ആ പ്രത്യേകമായി ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേകമായ ഫാക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി, ഉദാഹരണത്തിന് താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ചോദ്യത്തിൽ എന്തിനെ കുറിച്ചാണോ ചോദിച്ചത് ആ ഒരു വിഷയത്തെക്കുറിച്ച്, ഉദാഹരണ ചോദ്യം സയൻസ് എന്നാൽ എന്താണ് എന്ന് കരുതുക എങ്കിൽ സയൻസിനെ കുറിച്ച് പറയുന്ന പാരഗ്രാഫ് ഈ ടെക്സ്റ്റിനിടയിൽ എവിടെയുണ്ട് എന്ന് നോക്കി, എന്നിട്ട് സയൻസ് എന്നാൽ എന്ത് എന്ന് വിശദീകരിക്കുന്ന ആ ഒരു 3-4 ലൈനുകൾ മാത്രം ഒന്ന് സൂക്ഷിച്ച് വായിച്ചു നോക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു സ്പെഷ്യൽ ഫാക്റ്റ് അല്ലെങ്കിൽ പാർട്ടിക്കുലർ ഫാക്റ്റ്, അതിനു വേണ്ടി മാത്രമുള്ള വായന, ആ ഭാഗം മാത്രം കുറച്ചധികം സൂക്ഷ്മമായി വായിക്കുന്നതിനെ സ്കാനിങ് എന്ന് പറയും. ഓവറോൾ ജനറൽ റീഡിംഗ് ആണ് നടക്കുന്നതെങ്കിൽ അതിനെ സ്കിമ്മിങ് എന്ന് പറയും. റീഡിംഗ് കോംപ്രഹെൻഷൻ സമർത്ഥമായി ചെയ്യുന്നതിന് പ്രധാനമായും ആക്റ്റീവ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുക എന്നത് പ്രധാനമാണ്. എപ്പോഴും വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അതോടൊപ്പം വിവിധ ടെക്സ്റ്റുകൾ, എപ്പോഴും കവിത മാത്രം വായിക്കാതെ, എപ്പോഴും നോവൽ മാത്രം വായിക്കാതെ, എപ്പോഴും ഫിക്ഷൻ മാത്രം വായിക്കാതെ, ഫിക്ഷനും നോൺ ഫിക്ഷനൊക്കെ വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം ഇടയ്ക്കൊക്കെ റീഡിംഗ് കോംപ്രഹെൻഷൻസിന്റെ വിവിധ ക്വസ്റ്റ്യൻസുകളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ പാഠഭാഗത്തും ഏതാനും ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അവയൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു ടെക്സ്റ്റിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വായിച്ച ഭാഗത്തെക്കുറിച്ചൊരു ഐഡിയ അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് മൂവ് ചെയ്യുക എന്നതാണ് പ്രധാനമായുള്ള അവിടെ ശ്രദ്ധിക്കേണ്ട ടാസ്ക്. ഇനി അടുത്ത യൂണിറ്റ് അനലൈസിങ് ലിറ്ററേച്ചർ എന്ന ഭാഗമാണ്. അനലൈസിങ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരു പോയട്രിയോ ഒരു പോയമോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ തന്നാൽ അതിനെ അനലൈസ് ചെയ്യാൻ പഠിക്കുക എന്നത് പ്രധാനമാണ്. അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടെക്സ്റ്റ് അത് ഏത് ജോണറിൽപ്പെട്ടതാണ്, ഏത് മേഖലയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം. പ്രധാനമായും ഒരു പക്ഷെ അത് പോയട്രി ആകാം, അല്ലെങ്കിൽ പ്രോസ് ആകാം, അല്ലെങ്കിൽ ഡ്രാമയാകാം. അത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. ഇനി പോയട്രി ആണെങ്കിൽ തന്നെ ഏതു തരം പോയട്രി ആണ് എന്നതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാകണം. ഒരു പക്ഷെ അത് നറേറ്റീവ് പോയട്രി ആകാം. നറേറ്റീവ് പോയട്രി എന്ന് പറയുന്നത് ഈസ് എ ഫോം ഓഫ് പോയട്രി ദാറ്റ് ടെൽസ് എ സ്റ്റോറി. ഒരു കഥ പറയുന്ന അല്ലെങ്കിൽ ഒരു ഇവന്റിനെ വിശദീകരിക്കുന്ന പോയട്രി നമ്മളൊക്കെ പറയാറുണ്ട്. മഹാഭാരതം അല്ലെങ്കിൽ പഴയ ഇല്യഡിന്റെ ഹോമർ
ഹോമറിന്റെ ഇല്യഡ് അല്ലെങ്കിൽ ഒഡീസി, അതൊക്കെ പോയംസ് ആണ്. പക്ഷെ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കഥകളാണ്. അതങ്ങനെ കഥകൾ പറയുന്ന പോയട്രിയെയാണ് നറേറ്റീവ് പോയട്രി എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, എപ്പിക്സ് ഉണ്ട്, ബലാഡ്സ് ഉണ്ട്. എപ്പിക്സ് ആൻഡ് ബലാഡ്. എപ്പിക് എന്ന് പറഞ്ഞാൽ ലോങ് നറേറ്റീവ് പോയംസ് ആണ്, ദൈർഘ്യമുള്ള, വളരെയധികം ദൈർഘ്യമുള്ള നറേറ്റീവ് പോയംസിനെയാണ് എപ്പിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹോമസിന്റെ ഇല്യഡും ഒഡീസിയും ഇന്ത്യൻ എപ്പിക്കായ മഹാഭാരതയൊക്കെ കഥകൾ പറയുന്ന ലോങ് പോയംസ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എപ്പിക്സ് ആണ്. ഇനി ബാലഡ് എന്ന് പറഞ്ഞാൽ ഈസ് എ ടൈപ്പ് ഓഫ് നറേറ്റീവ് പോയം ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ആൻഡ് ഈസ് ട്രഡീഷണലി സെറ്റ് ടു മ്യൂസിക്. പഴയ കാലം മുതൽ ഓറലി കൈമാറിയ, അഥവാ വാമൊഴിയായി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ലോങ് ആയിട്ടുള്ള നറേറ്റീവ് പോയംസുകളെയാണ് ബാലഡ് എന്ന് പറയുന്നത്. ലോങ് നറേറ്റീവ് പോയം എപ്പിക്സ് ആണ് എന്ന് പറഞ്ഞു. പഴയ കാലം മുതൽ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന, പാസ് ഡൗൺ ഓറലി, വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇത്തരം കഥകൾ പറയുന്ന നറേറ്റീവ് പോയംസിനെയാണ് ബാലഡ് എന്ന് പറയുന്നത്. പലപ്പോഴും അത് മ്യൂസിക്കിന്റെ അകമ്പടിയോടെയാണ്, ട്രഡീഷണലി സെറ്റ് ടു മ്യൂസിക്കിന്റെ അകമ്പടിയോടെയാണ് അത്തരം പോയംസുകൾ പാടാറുണ്ടായിരുന്നത് എന്നത് പ്രധാനമാണ്. പലപ്പോഴും ഇത്തരം ബാലഡുകളുടെ ഓതർഷിപ്പ് അൺനോൺ ആണ്. ആരാണ് അത്തരം കവിതകൾ എഴുതിയത്, ആരാണ് അതിന്റെ പിന്നിൽ എന്നതിനെ കുറിച്ച് ഐഡിയകൾ ഉണ്ടാകാറില്ല എന്ന് കൂടി ഓർക്കുക. അടുത്തൊരു, നമ്മളൊരു പോയട്രിയെയാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ അത് ആദ്യം പോയട്രി ആണ് എന്ന് മനസ്സിലാക്കുന്നു. ഇനി പോയട്രി ആണെങ്കിൽ തന്നെ ഏതു തരം പോയട്രി ആണ് എന്ന് മനസ്സിലാക്കണം. ഒരു പക്ഷെ അത് നറേറ്റീവ് പോയട്രി ആകാം, അല്ലെങ്കിൽ ഡ്രമാറ്റിക് പോയട്രി ആകാം, അല്ലെങ്കിൽ ഡ്രമാറ്റിക് പോയട്രി ആകാം. ഡ്രമാറ്റിക് പോയട്രി എന്ന് പറഞ്ഞാൽ ഒരു പോയമാണിത്. അത് തന്നെ ഒരു സദസ്സിന് മുന്നിൽ വായിക്കാനോ അല്ലെങ്കിൽ അവതരിപ്പിക്കാനോ പെർഫോം ചെയ്യാനോ, ഒരു ഡ്രാമ പോലെ, നാടകം പോലെ പെർഫോം ചെയ്യാനോ വേണ്ടി ഉണ്ടാക്കുന്ന പോയട്രികളാണ് ഡ്രാമാറ്റിക് പോയട്രി എന്ന് പറയുന്നത്. ഡ്രാമാറ്റിക് പോയട്രി പ്രധാനമായും പല തരങ്ങളിലുണ്ട്. അതിൽ 3 തരം ഡ്രാമാറ്റിക് പോയട്രികളെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് ഡ്രാമ റിട്ടൺ ഇൻ വേഴ്സിന്റെ രൂപത്തിൽ, പദ്യത്തിന്റെ രൂപങ്ങളിൽ തന്നെ എഴുതിയ ഡ്രാമകളെ നമുക്കങ്ങനെ പറയാം. അതേപോലെ മറ്റൊന്ന് ഡ്രാമാറ്റിക് മോണലോഗാണ്. മോണലോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ലിസണർ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അവിടെയുള്ള ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കഥാപാത്രം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അഥവാ നമ്മുടെ ഉദാഹരണമായി റോബർട്ട് ബ്രോണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കവിതയിൽ ഡ്യൂക്ക് അദ്ദേഹം ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. As the poem opens, the Duke says, "That is my last duchess painted on the wall." ഈ കവിത ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഡ്യൂക്കാണ്, ഒരു പ്രഭുവാണ്. ആ പ്രഭു തന്റെ ഭാര്യയുടെ ചിത്രം ഒരു ചുമരിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചുമരില് ഭാര്യയുടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു വ്യക്തിയോട്, ഒരു ലിസണറോട് പറയാണ്, ആ ചുമരിൽ കിടക്കുന്നത് എൻ്റെ ഭാര്യയുടെ ഇമേജ് ആണ്. ആ പെയിന്റഡ് ഓൺ ദ വാൾ എന്നത് എൻ്റെ ലാസ്റ്റ് ഡച്ചസ് ആണ്. ഇതിനിടക്ക് മരിച്ചുപോയ എൻ്റെ ഭാര്യയുടെ പെയിന്റിംഗ് ആണിത്. ലുക്കിംഗ് ആസ് ഇഫ് ഷീ വേർ അലൈവ്. അവൾ ജീവിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ എന്ന രൂപത്തിൽ ഒരു ലിസണറോട് സംസാരിക്കുകയാണ്. ശരിക്കും ഭാര്യയെ അദ്ദേഹം ഡ്യൂക്ക് കൊന്നതാണ്. തന്നോട് ചിരിക്കുന്നത് പോലെ ഇവൾ മറ്റൊരാളോട് ചിരിച്ചു എന്ന പേരിൽ ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രതികാര ബുദ്ധി. വല്ലാത്ത സ്നേഹമുള്ള വൈഫാണ്, പക്ഷെ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരോടും സ്നേഹം പ്രകടിപ്പിച്ചു എന്ന കാരണത്താൽ, വൈഫ് കൊന്നു എന്ന കാരണത്താൽ ആ ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ്, ആ ഒരു ഫീലിംഗ് ലിസണറോട് പറയുന്നു. അഥവാ മോണലോഗ് എന്ന് വരുമ്പോൾ അവിടെയുള്ള ഒരു ലിസണറോട് ആ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പൊ ആ കവിത വായിച്ചു നോക്കുമ്പോൾ തൊട്ടു മുമ്പിൽ ഒരു ലിസണർ ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ രൂപത്തിലുള്ള ഡ്രാമകളെയാണ് അല്ലെങ്കിൽ പോയട്രിയാണ് ഡ്രാമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത്. അടുത്തത് സോലോലോക്കി എന്ന് പറയും. സോലോലോക്കി എന്ന് പറഞ്ഞാൽ സ്വയം ആത്മകഥം പറയുക എന്നൊക്കെ പറയും. നമ്മുടെ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതില് ഹാംലെറ്റ് ഒരു ഫേമസ് സോലോലോക്കി, ഒരു ആത്മകഥം വിളിച്ചു പറയുന്നുണ്ട്. ടു ബി ഓർ നോട്ട് ടു ബി എന്ന ഒരു പ്രയോഗം പറയുന്നുണ്ട്. ശരിക്കും ഇതൊരു ആത്മകഥം പറച്ചില്, ഒറ്റക്കിരുന്നു കൊണ്ട് സ്വന്തത്തോട് സംസാരിക്കുന്നു എന്നതാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയും പോയട്രികൾ
പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ലാറിക് പോയട്രി എന്ന പേരിൽ ഒരു പ്രത്യേകമായ മറ്റൊരു വേർഷൻ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏത് പോയട്രി ആണെങ്കിലും പോയട്രി ഏത് തരം കാറ്റഗറിയിലാണ് പെടുന്നത് എന്ന് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. ലാറിക് പോയട്രി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണൽ ഫീലിങ്സ്, ഒരു പക്ഷെ പ്രണയമാകാം, ടെൻഷൻ ആകാം, ലോൺലിനെസ് ആകാം, ഇത്തരം പേഴ്സണൽ ഫീലിങ്സുകളെ പ്രകടിപ്പിക്കുന്ന ഷോർട്ട് ആയിട്ടുള്ള പോയംസ് ആണ് ലാറിക് പോയട്രി എന്ന് പറയുന്നത്. ലാറിക് പോയട്രി പലപ്പോഴും മ്യൂസിക്കിന്റെയും അകമ്പടിയോടുകൂടി പാടാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. ഒരു പക്ഷെ അങ്ങനെ അല്ലാതെയും അവതരിപ്പിക്കപ്പെടാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ലാറിക് പോയട്രിയുടെ 3 കാറ്റഗറൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാത്തതും നമുക്ക് കാണാൻ പറ്റും. ലാറിക് പോയട്രിയിൽ ഓഡ് ഉണ്ട്, എലിജി ഉണ്ട്, സോണറ്റ് ഉണ്ട്. ഓഡ് എന്ന് പറഞ്ഞാല് ആരെങ്കിലും ഏതെങ്കിലും സംഭവത്തെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ അല്ലെങ്കിൽ സ്ഥലങ്ങളെയോ പുകഴ്ത്തി പറയുന്ന, ഗ്ലോറിഫൈ ചെയ്ത് പ്രൈസ് ചെയ്തുകൊണ്ട് പറയുന്ന കവിതകളെയാണ് ഓഡ്സ് എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് പോയിന്റ്സ് പ്രൈസിങ് ഓർ ഗ്ലോറിഫൈങ് ആൻ ഇവന്റ് ഓർ ആൻ ഇൻഡിവിജ്വൽ, വ്യക്തിയെയോ സ്ഥലങ്ങളെയോ സംഭവങ്ങളെയോ ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന കവിതകൾ. എലിജി എന്ന് പറഞ്ഞാൽ അത് വിലാപകാവ്യം എന്നൊക്കെ പറയാം. ആരെങ്കിലും മരിച്ചുപോയതിന്റെ, നമ്മിൽ നിന്ന് വിട്ടുപോയ ഒരാളുടെ പേരിലുള്ള സങ്കടം അറിയിക്കുന്ന കവിതകളെയാണ് എലിജി എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സോണറ്റ് എന്ന് പറയുന്നതാണ് 3ാമത്തെ കാറ്റഗറി. സോണറ്റ് എന്ന് പറയുന്നത് ലാറിക് പോയമാണ്. അതിൽ 14 ലൈൻസ് ആണ്, 14 വരികളാണ് സാധാരണ സോണറ്റിൽ ഉണ്ടാകാറുള്ളത്. 14 വരികളുള്ള ഒരു പാര എന്ന രൂപത്തിൽ ക്രമീകരിച്ചിട്ടുള്ള കവിതകളാണ് സോണറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായും 3 തരം സോണറ്റുകൾ നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും. പെട്രാർക്കിയൻ സോണറ്റ്, ഷേക്സ്പിയറൻ സോണറ്റ്, സ്പെൻസേറിയൻ സോണറ്റ്. ഓരോ സോണറ്റുകൾക്കും വിവിധ സ്റ്റൈലുകളാണ് ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കണം. അടുത്തതായി നമുക്ക് ഇവിടെ പഠിക്കാം റൈം സ്കീം എന്ന് പറയും. റൈം സ്കീം എന്ന് പറഞ്ഞാൽ കവിതയുടെ ഓരോ വരികളുടെയും അവസാന ഭാഗം നോക്കിയിട്ട് കവിതകൾക്ക് അതിന്റെ സ്കീം നിർണ്ണയിക്കുന്നതിനെയാണ് റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ സമ്മേഴ്സ് ഡേ എന്നതാണ് 1ാമത്തെ വരി അവസാനിക്കുന്ന ഭാഗം. എ എന്ന് ഞാൻ ഡേ എന്ന് അവസാനിപ്പിക്കുന്നിടത്ത് എ എന്ന് എഴുതുന്നു. ഇനി തൊട്ടു താഴെ ഡേ എന്ന മോഡലിലല്ല അവസാനിപ്പിക്കുന്നുള്ളത്, ടെമ്പറേറ്റ് എന്നാണ്. അവിടെ ഞാൻ തൊട്ടു മുകളിൽ പറഞ്ഞ ആ സ്റ്റൈലിൽ അല്ലാത്തത് കൊണ്ട് ഞാൻ ബി എന്ന് എഴുതി വെച്ചു. ഇനി നോക്കൂ, 3ാമത്തെ വരി അവസാനിക്കുന്നത് മേ എന്നാണ്. ഡേ എന്നതുപോലെ തന്നെയാണ് മേ എന്നുള്ളത് കൊണ്ട് ഡേ എന്നെടുത്ത് എ എന്ന് എഴുതിയത് കൊണ്ട് ഇവിടെ ഞാൻ മേ എന്നെടുത്തും എ എന്ന് എഴുതി വെക്കുന്നു. ഇനി നോക്കൂ, തൊട്ടു താഴെ ഡേറ്റ് എന്നത് റേറ്റ് പോലെ അതേപോലെ ആയതിനാൽ ഇവിടെയും ഞാൻ ബി എന്ന് എഴുതി വെക്കുന്നു. കാരണം തൊട്ടു മുകളിൽ ടെമ്പറേറ്റ് എന്നെടുത്ത് ബി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഡേറ്റ് എന്നെടുത്തും ബി എന്ന് എഴുതുന്നു. ഇനി ഷൈൻസ്, ഇത് തൊട്ടു മുകളിലുള്ള ഒരു മോഡലിലും അല്ലാത്തതിനാൽ അവിടെ സി എന്ന് ഞാൻ എഴുതി വെക്കുന്നു. ഇനി ഷൈൻസ് പോലെ താഴെയുള്ള ഡിക്ലൈൻസ് ആണ്, അവിടെയും ഞാൻ സി എന്ന് എഴുതി വെക്കുന്നു. നോക്കൂ, ഇനി ഇവിടെ ഡിംഡ്, അതേപോലെ താഴെ അൺട്രിംഡ്, അവിടെ ഞാൻ ഡി എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ആ രൂപത്തിൽ ഓരോ വരികൾക്കിടയിലും എ ബി സി ഡി ഇങ്ങനെ ലെറ്ററുകൾ എഴുതുമ്പോൾ ചിലപ്പോൾ അത് എ ബി 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 ഈ രൂപത്തിലാകാം, ചിലപ്പോൾ എ ബി ആ രൂപത്തിലാകാം. ഇങ്ങനെ ലൈൻസുകളുടെ അവസാനം നോക്കി നമ്മൾ അതിന്റെ റൈമിംഗ് സ്കീമുകൾ എഴുതി വെച്ചാൽ ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. അതിനെയാണ് റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. പോയട്രിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. കവിതകളുടെ ഭംഗികൾക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. അതിൽ 1ാമത്തേത് സിമിലിയാണ്. സിമിലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തോട് കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. നോക്കൊരു ഉദാഹരണം, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. എന്റെ പ്രണയം എന്ന് പറയുന്നത് ഒരു ചുവന്ന റോസ് പോലെയാണ് എന്ന ഈസ് ലൈക്ക് എന്ന പ്രയോഗമാണ് സിമിലിയിൽ നമ്മൾ കാണുന്നത്. അത് പോലെയാണ് എന്നാണ് പറയുന്നത്. സിമിലികളുടെ പ്രത്യേകത ഇങ്ങനെ ഒരു കാര്യത്തെ മറ്റൊരു കാര്യം പോലെയാണ് എന്ന് പറയുമ്പോൾ അതിനെ സിമിലി എന്ന് പറയും. അതേസമയം മെറ്റഫർ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യൽ തന്നെയാണ്, പക്ഷെ ഒന്നിനെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇതുപോലെയാണ് എന്ന് പറയാതെ അത് തന്നെയാണ് എന്ന് പറയുന്ന സ്റ്റൈലാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അഥവാ കമ്പാരിസൺ ഒന്ന് സ്ട്രോങ് ആയി പറയുന്നു. ഒരാൾ പറയുന്നു മൈ ലവ് ഈസ് റോസ്, എന്റെ
പ്രണയം അതൊരു പുഷ്പമാണ്, ചുവന്ന പുഷ്പമാണ് എന്ന് പറഞ്ഞാൽ അത് മെറ്റഫറാണ്. പുഷ്പം പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് സിമിലിയാണ്. സിമിലി എന്ന് പറയുമ്പോൾ പോലെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ലൈക്ക് എന്നതുപോലെയുള്ള പദങ്ങൾ അവിടെ ഉണ്ടാകും. അതേസമയം മെറ്റഫർ ആകുമ്പോൾ ഈസ് ആണ് എന്നറിയിക്കുന്ന ഈസ്, ആർ തുടങ്ങിയ പദങ്ങളാണ് അവിടെ ഉണ്ടാകാറുള്ളത് എന്ന് കൂടി ശ്രദ്ധിക്കുക. കാരണം മെറ്റഫറിൽ കുറച്ചുകൂടി സ്ട്രോങ് ആണ്, സാദൃശ്യം ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. അവനൊരു സിംഹമാണ് എന്നൊക്കെ പറയാറുണ്ട്. അവനൊരു സിംഹത്തെ പോലെയാണ് എന്ന് പറയുന്നതും അവനൊരു സിംഹമാണ് എന്ന് പറയുന്നതിൽ രണ്ടും കിട്ടുന്ന അർത്ഥം അവൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്നാണ്. അതേസമയം അവനൊരു സിംഹമാണ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് അർത്ഥത്തിൽ കുറച്ച് ഗൗരവം കൂടി കിട്ടുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോഴാണ് മെറ്റഫർ ആകുന്നത്. അടുത്തത് സിനെക്ഡോക്ക് എന്ന് പറയാം. സിനെക്ഡോക്ക് എന്ന് പറഞ്ഞാല് refers to a literary device in which a part of something is substituted for the whole. ഒരു സിനെക്ഡോക്ക് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഒരു ഭാഗത്തെ ആ വസ്തുവിനെ പറയുന്നതിന് പകരം ആ വസ്തുവിന്റെ ഒരു ഭാഗത്തെ പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഒരു പാർട്ടിനെ കംപ്ലീറ്റ് വസ്തുവിനെ പറയുന്നതിന് പകരം പറയുക. ഉദാഹരണത്തിന് നോക്കൂ, ഇവിടെ വർക്കർ എന്ന ഒരു തൊഴിലാളി എന്ന് പറയുന്നതിന് പകരം ഒരു ഹാൻഡ് എന്നൊരു അവസ്ഥ പറഞ്ഞു. ആ ഒരു രൂപം നോക്കൂ, നമ്മൾ ഒരു കംപ്ലീറ്റ് വസ്തുവിന്റെ പേര് പറയാതെ അതിന്റെ ഒരു പാർട്ടിനെ മാത്രം പറയുന്നു, എന്നിട്ട് ആ കംപ്ലീറ്റ് വസ്തുവിനെ ഉദ്ദേശിക്കുന്നു. അത്തരം പ്രയോഗങ്ങളെയാണ് സിനെക്ഡോക്ക് എന്ന് പറയുന്നത്. ഇവിടെ വർക്കർ എന്ന് പറയാതെ ഹാൻഡ് എന്നാണ് പറഞ്ഞത്. ഞാനൊരു കൈ ഹയർഡ് ഹാൻഡ് എന്നാണ് പറഞ്ഞത്. ഹാൻഡിനെ ഹയർ ചെയ്തു. ഇവിടെ ഹാൻഡിനെ അല്ല യഥാർത്ഥത്തിൽ ഹയർ ചെയ്തത്, മറിച്ച് ഒരു വർക്കറിനെയാണ് ഹയർ ചെയ്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഒരു പാർട്ടിനെ മാത്രം നമ്മൾ പറയുന്നു, ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റിനെയാണ്, വോളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിനെക്ഡോക്ക് എന്ന് പറയും. അടുത്തത് ഓക്സിമോറോൺ എന്ന് പറയും. ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് കോൺട്രഡിക്ടറി ഓർ ഇൻകോൺഗ്രസ് വേർഡ്സ് എന്ന് പറയാം. അഥവാ രണ്ട് വിരുദ്ധാർത്ഥങ്ങളുള്ള രണ്ട് പദങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരു പുതിയ പദം പറയുന്നു എന്ന്. ഇവിടെ നോക്ക്, സച്ച് ആസ് ക്രൂവൽ കൈൻഡ്നെസ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ക്രൂരമായ ദയ എന്ന് പറയും. ക്രൂരമായ ദയ, രണ്ട് അർത്ഥങ്ങളും വൈരുദ്ധ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ക്രൂരത, ദയ, രണ്ടും രണ്ട് ധ്രുവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ ഒരു പുതിയ അർത്ഥതലങ്ങളെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് കോൺട്രഡിക്ടറി, രണ്ട് വിരുദ്ധാർത്ഥങ്ങളുള്ള പദങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പുതിയ അർത്ഥം നമുക്ക് ലഭിക്കുന്നു. അടുത്തത് ഹൈപ്പർബോള എന്ന് പറയും. ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ എക്സ്ട്രാവാഗൻ എക്സാഗറേഷൻ ആണ്. അഥവാ നമ്മൾ അമിതമായ പൊലിപ്പിച്ച് പറയുക എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓവറാക്കി പറയുക എന്ന്. നോക്കൂ, മൈ ഗ്രാൻഡ് ഡാഡ് ഈസ് ആസ് ഓൾഡ് ആസ് ടൈം. എൻ്റെ മുത്തച്ഛൻ ഈ സമയത്തോളം പഴക്കമുള്ള ആളാണ് എന്ന് പറയുന്നതാണ്. മൈ ഗ്രാൻഡ് ഈസ് ആസ് ഓൾഡ് ആസ് ടൈം, സമയത്തോളം പഴക്കമുള്ള, അഥവാ അത്രത്തോളം പ്രായമായി എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ. അതാണ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഇഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയുന്നു, പക്ഷെ ആ പറഞ്ഞതിന്റെ റിയൽ മീനിങ് അല്ല യഥാർത്ഥ അർത്ഥമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിന്റെ ലിറ്ററൽ മീനിങ്ങിനെ യഥാർത്ഥ മീനിങ് ആയി പറയാതെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന മറ്റൊരർത്ഥത്തെ റിയലായി നമ്മൾ ഉദ്ദേശിക്കുന്ന, അഥവാ പലപ്പോഴും ആന്തരികമായ ഒരു ഇന്നർ മീനിങ് അതിന് ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ചില പ്രയോഗങ്ങൾ പറയുന്നതിനെയാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഹ്യൂമൻ, മനുഷ്യനല്ലാത്തൊരു വ്യക്തിയെ മനുഷ്യനായി അവതരിപ്പിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് സൂര്യനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു റോസാപ്പൂവിനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുഷ്പത്തോട് സംസാരിക്കുന്നു. നീ എത്ര സുന്ദരിയാണ് പെണ്ണെ എന്ന നിലക്ക് സംസാരിക്കുന്നത് ഒരു പുഷ്പത്തോടാണ്. ഒരു റോസിനോടാണെങ്കിൽ അതിന്റെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. സിംബോളിസം എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു ആശയത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് എ റെഡ് റോസ് ക്യാൻ സിംബലൈസ് എ ലവ്, പ്രണയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി
ചുവന്ന പുഷ്പത്തെ അവതരിപ്പിക്കുന്നത് സിംബോളിസമാണ്. അതേസമയം നേരത്തെ പറഞ്ഞത് ഒരു വസ്തുവിനെ വ്യക്തിയായി അവതരിപ്പിക്കുന്ന അപ്പോഴാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അല്ലിട്രേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തത് അല്ലിട്രേഷൻ ആണ്. അല്ലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് ദി സെയിം സൗണ്ട് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എ സീരീസ് ഓഫ് വേർഡ്സ്. ഒരു വേർഡ്സിന്റെ തുടക്കത്തിൽ സെയിം കോൺസോണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ സെയിം കോൺസോണന്റ് സൗണ്ട് ആണ്. നോക്കൂ, ഷീ സെൽസ് ബൈ ദ സീ ഷോർ. നോക്കൂ, ഷീ സെൽസ് സീ ഷെൽസ്. നോക്കൂ, വീണ്ടും വീണ്ടും ആ ഒരു ശബ്ദം റിപ്പീറ്റ് ചെയ്ത് വരുന്ന അത്തരം പ്രയോഗങ്ങളാണ് അല്ലിട്രേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അസോണൻസ് എന്ന് പറയും. അസോണൻസ് എന്ന് പറഞ്ഞാൽ ഈസ് എ ലിറ്റററി വേസ് ഇൻ വിച്ച് ദ റിപ്പീറ്റേഷൻ ഓഫ് സിമിലർ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അസോണൻസ് എന്ന് പറയും. നോക്കൂ, റൈസ് ഹൈ ഇൻ ദ ബ്രൈറ്റ് സ്കൈ. നോക്കൂ, റൈസ് ഹൈ ഇൻ ദ ബ്രൈറ്റ് സ്കൈ. വീണ്ടും ആ ഒരു വവൽ സൗണ്ട് ആണ്, ആയി എന്ന പേരുള്ള വവൽ സൗണ്ട് ആണ് അവിടെ റിപ്പീറ്റ് ചെയ്തു വരുന്നത്. അപ്പോൾ അത് അസോണൻസ് എന്ന് പറയും. അടുത്തത് ഓണോമറ്റോപ്പിയ എന്ന് പറയും. ഓണോമറ്റോപ്പിയ എന്ന് പറഞ്ഞാൽ ഈസ് എ ഫോർമേഷൻ ഓഫ് എ വേർഡ് ഫ്രം എ സൗണ്ട് അസോസിയേറ്റഡ് വിത്ത് വാട്ട് ഈസ് നൈംഡ്. എന്താണോ ഉച്ചരിക്കപ്പെടുന്നത് ആ അല്ലെങ്കിൽ വസ്തുവിന്റെ മീനിങ്സ് നോക്കിയിട്ട് ഉദാഹരണത്തിന് ഒരു നമ്മൾ പറയാറുണ്ടല്ലോ, കാക്ക എന്ന മലയാളത്തിലെ കാക്കകൾ ഉണ്ടല്ലോ, ഒരു ബേർഡാണ്, ഒരു പക്ഷി. ഈ ബേർഡിന്റെ കരച്ചിൽ കാക്ക എന്ന രൂപത്തിലാണ്. ആ ജീവിയുടെ പേര് തന്നെ കാക്ക എന്നാണ്. മീൻസ് അതിന്റെ കാക്കയുടെ കരച്ചിലും ഈ മലയാളത്തിലെ കാക്ക എന്ന ആ ഒരു വേർഡും തമ്മിൽ പ്രത്യക്ഷമായൊരു ബന്ധമുണ്ട് എന്ന് പറയും പോലെ ഈ പദവും ഈ വേർഡും ആ വേർഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ്ങും തമ്മിൽ ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള വേർഡുകളാണ്. അതാണ് വേർഡ് ക്രിയേറ്റ് ചെയ്തത് തന്നെ അത് ഉദ്ദേശിക്കുന്ന അർത്ഥവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ന് അത്തരം വേർഡുകളെ ഓണോമറ്റോപ്പിയ എന്ന് പറയും. അടുത്തത് പൺ എന്ന് പറയും. പൺ എന്ന് പറഞ്ഞാൽ പ്ലേ ഓഫ് വേർഡ്സ് ആണ്, വാക്കുകളെ കൊണ്ടുള്ള ഒരു കളിയാണ് പൺ എന്ന് പറയുന്നത്. ദ പൺ എക്സ്പ്ലോയ്സ് ദ ഡിഫറൻസ് പോസിബിൾ മീനിങ്സ് ഓഫ് വേർഡ്. ഒരു പക്ഷെ ഒരു വേർഡിന് രണ്ട് അർത്ഥങ്ങൾ ഉണ്ടാകാം. ആ രണ്ട് അർത്ഥങ്ങളിൽ ഒരർത്ഥത്തെ സാധാരണ എല്ലാവരും ഈ അർത്ഥത്തെയാണ് ഉദ്ദേശിക്കാറുള്ളത്. പക്ഷെ ഒരു തമാശക്ക് വേണ്ടി മറ്റൊരർത്ഥത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രയോഗം പറയുന്നു. നോക്കൂ, ഇവിടെ ഈസ് ലൈഫ് വർത്ത് ലിവിങ്, അദ്ദേഹം ജീവിക്കാൻ പറ്റിയ ആളാണോ എന്ന് തീരുമാനിക്കുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലിവർ എന്ന പദമാണ് പറഞ്ഞത്. ഇവിടെ രണ്ടർത്ഥമാകാം. ഒന്ന് ലിവർ, നമ്മുടെ സാധാരണ പറയും പോലെ കരള് എന്ന് പറയാം, അല്ലെങ്കിൽ ആ ജീവിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാകാം. രണ്ടും ശരിയാണ്. അങ്ങനെ രണ്ടർത്ഥത്തിൽ രണ്ടാമത്തെ അർത്ഥം ഉദ്ദേശിക്കുമ്പോൾ ഒരു തമാശ രൂപത്തിലാണ് അത് കാണാൻ പറ്റുന്നത്. അടുത്തത് നമ്മള് പറയുന്നത് അയണിയെ കുറിച്ചാണ്. അയണി എന്ന് പറഞ്ഞാൽ ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് സംതിങ് ഇന്റൻഡഡ് ടു ഹാവ് എ പാർട്ടിക്കുലർ റിസൾട്ട് ഹാസ് ദ ഓപ്പോസിറ്റ് റിസൾട്ട്. നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ച് പറയുന്നു, പക്ഷെ അതിന് മറ്റൊരു റിസൾട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അയണി എന്ന് പറയും. അപ്പൊ ഇത്തരം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പ്രോസിന്റെ കേസിലേക്ക് വന്നാൽ പ്രോസിനെ കുറിച്ച് പറയുമ്പോൾ അതിലെ ക്യാരക്ടർ ആരാണ്, അതിന്റെ പ്ലോട്ട് എന്താണ്, പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് അതിന്റെ ഉള്ളടക്കം എന്നതാണ് മൊത്തം ചുരുക്കി പറഞ്ഞ പ്ലോട്ട് എന്ന് പറയുന്നത്. സെറ്റിങ്സ്, എവിടെയാണ് അത് നടക്കുന്നത്, അതിന്റെ തീം എന്താണ്, കണ്ടന്റ് എന്താണ്, ആ ഒരു പ്രോസ് അവതരിപ്പിക്കുന്ന സ്റ്റൈൽ എന്താണ്, ഇതൊക്കെ പ്രോസിനെ അനലൈസ് ചെയ്യുമ്പോൾ പറയേണ്ടതുണ്ട്. ക്യാരക്ടർ പറയണം, പ്ലോട്ടിനെ പറയണം, സെറ്റിംഗ് പറയണം, തീംസ് പറയണം, സ്റ്റൈല് പറയണം. ഇതൊക്കെ പറയുന്നതോടൊപ്പം പോയിന്റ് ഓഫ് വ്യൂ കൂടി പറയണം. ഒരു പ്രോസ് ഒരു പക്ഷേ പ്രോസ് ഫസ്റ്റ് പേഴ്സൺ എന്ന പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐ എന്ന അർത്ഥത്തിൽ, ഞാൻ, ഞങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഓതർ അത് അവതരിപ്പിക്കുന്നതിൽ ഫസ്റ്റ് പേഴ്സണിലാണ് അവതരിപ്പിച്ചത് എന്ന് പറയാം. ഇനി സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ യു എന്ന അർത്ഥത്തിൽ. അതിൽ ഉപയോഗിക്കുന്ന കമന്റ് പലപ്പോഴും നമ്മൾ നോക്കൂ, ചില പ്രോസുകളൊക്കെ അതിൽ ഈ ഓതർ തന്നെയായിരിക്കും. ഞാനൊരു സ്ഥലത്ത് പോയി, അവിടെ ഒരു വസ്തു, അവിടെ ഒരാളെ കണ്ടു, അല്ലെങ്കിൽ അവിടെ ഒരു സംഭവം കണ്ടു, ആ രൂപത്തിൽ ഞാൻ എന്ന കഥാപാത്രത്തെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇനി മറ്റൊരു പുതിയൊരു കഥാപാത്രത്തെ ആണ് അവതരിപ്പിക്കുന്നതെങ്കിൽ പലപ്പോഴും ഹി, ഷീ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അതിനെ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയും. അതേസമയം നിങ്ങൾ പലപ്പോഴും ചില കവിതകളിലൊക്കെ കാണാറുണ്ട്, നീ എന്ന രൂപത്തിൽ അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള കവിതകൾ, അത് സെക്കൻഡ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഈ രൂപത്തിൽ പോയിന്റ് ഓഫ് വ്യൂ എന്നതുകൂടി ഏത് രീതിയിലാണ് എന്ന്
വിശദീകരിക്കുക എന്നത് പ്രധാനമാണ്. ഇതാണ് അനലൈസിങ് ലിറ്ററേച്ചർ എന്നതിന്റെ ഭാഗമായി പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഭാഗം. ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ഗ്രാമർ ആൻഡ് വെക്കാബുലറി എന്ന ഭാഗമാണ് മൂന്നാമത്തെ യൂണിറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച അതേ ഭാഗത്ത് നിന്ന് കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും ഉത്തരങ്ങൾ കണ്ടെത്തുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നിട്ടത് ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ഫ്രേസിസ് എന്ന ഭാഗമാണ്. നമ്മൾ നേരത്തെ വിശദമായി അതിന്റെ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ഫ്രേസിസ് എഴുതേണ്ടത്, എന്താണ് ഫ്രേസിസിന്റെ പ്രത്യേകത, അതിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ വിശദമായി പഠിച്ചു. അതിന്റെ പ്രാക്ടീസ് സെഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോന്നും വായിച്ച് പ്രാക്ടീസ് ചെയ്യുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ അടുത്ത ഭാഗത്ത് യൂണിറ്റ് 5 എസ്സേ റൈറ്റിംഗ്സിനെ ആണ് എസ്സേ റൈറ്റിംഗ്സ് എന്ന ഭാഗമാണുള്ളത്. അവിടെയും ഏതാനും എസ്സേകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവ വായിച്ചതിന്റെ ഘടകങ്ങൾ നമ്മൾ നേരത്തെ എസ്സേ റൈറ്റിംഗ്സിന്റെ ഇനങ്ങളും സ്റ്റെപ്പുകളൊക്കെ പഠിച്ചതാണല്ലോ. അത് വെച്ച് ഈ ഒരു ഭാഗം വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ അവസാനം റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന ഭാഗമാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ടിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. വിവിധ തരം റിപ്പോർട്ടുകൾ, അതിൻ്റെ സ്റ്റെപ്സുകൾ, അതിൻ്റെ സ്ട്രക്ചറുകൾ, അതിൻ്റെ രീതികളൊക്കെ പഠിച്ചിരുന്നു. അത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രാക്ടീസ് സെഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവയൊക്കെ വിശദമായി നോക്കി സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് അവസാനം, ചുരുക്കി പറഞ്ഞാൽ അവസാനമുള്ള പ്രാക്ടീസ് എന്ന ഭാഗം അത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം പരീക്ഷകളെ നേരിടാൻ തയ്യാറാകുക. താങ്ക് യു ഓൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.